ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ബാച്ച് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഗാർമെൻറ്റ് ഷോപ്പ്, അതുപോലെയുള്ള ഷോപ്പുകൾക്ക് ഗാർമെൻറ്റ്, അതല്ല ഹാർഡ്വെയർ ഷോപ്പ്, ഫുഡ് വെയർ, ഇവർക്ക് ബാച്ച് നമ്പേഴ്സ് അവൈലബിൾ ആയി. സോ ബാച്ച് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് മാസ്റ്റർ എൻട്രിയിൽ പോകാം. ആഡ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഇൻഫർമേഷനിൽ ബാച്ച് ഓർ സീരിയൽ നമ്പർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്താണോ നമുക്ക് ബാച്ച് നമ്പറിൽ കൊടുക്കേണ്ടത് അതിവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഈസി വേയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ആഡ് പ്രൊഡക്റ്റ്, ഇതിൽ ബാച്ച് നമ്പർ ആഡ് ചെയ്യാം. ന്യൂ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുക. കാറ്റഗറി ജനറൽ കൊടുക്കുവാണ്. ഞാൻ പർച്ചേസ് പ്രൈസ് കൊടുക്കാം. ഡിസ്കൗണ്ട് ഇല്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു 5 കൊടുത്തു. MRP ആഡ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഹോൾസെയിൽ പ്രൈസ് കൊടുക്കുന്നു. ബാച്ച്, ഈ ബാച്ച് ഓപ്ഷനിൽ ഒരു ബാച്ച് നമ്പർ ആഡ് ചെയ്യുക. 1 2 3 4 ഇതാണ് എൻ്റെ ബാച്ച് നമ്പർ ആഡ് ചെയ്ത്. അതിനുശേഷം പ്രൊഡക്റ്റ് സേവ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ പ്രൊഡക്റ്റിന് ബാച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4. ഓക്കെ, ഇതേപോലെ ഏത് പ്രൊഡക്റ്റ് വേണം ബാച്ച് ആഡ് ചെയ്യുക. ഇപ്പോൾ ലവ്ലി സ്കർട്ടിന് ഞാനൊരു ബാച്ച് ആഡ് ചെയ്യുവാണ്. 555. ഞാൻ ടൊമാറ്റോയ്ക്ക് ഒരു ബാച്ച് ആഡ് ചെയ്യുന്നു. 777. അപ്പോൾ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സെയിൽ പാനൽ ഇത് എങ്ങനെ എടുക്കാം എന്നുള്ളത്. സെയിൽ പാനൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. സെയിൽ പി ഒ എസ് സെലക്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് നമ്മൾ ബാച്ച് നമ്പർ സെലക്ട് ചെയ്യുവാണ്. ഇവിടെ ബാച്ച് നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ 555 ലവ്ലി സ്കർട്ട് അവൈലബിൾ ആണ്. ഇനി 1 2 3 4 കൊടുക്കുകയാണെങ്കിലോ അവിയോൺ റെഡ് അത് അവൈലബിൾ ആണ്. 777 കൊടുത്താൽ ടൊമാറ്റോ അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ബാച്ച് നമ്പർ വൈസ് നമുക്ക് ഈസി ആയിട്ട് പ്രൊഡക്റ്റ് റീറ്റെയിൽ റെഡി സോഫ്റ്റ്വെയറിൽ എടുക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ബാച്ച് നമ്പർ കൂടി ആഡ് ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.